എല്ലാം ഈശ്വരവിധി പോലെ നടക്കട്ടെ. എന്തായാലും അംഗത്തട്ട് പൂർത്തിയാക്കി കൊടിയും കുത്തി പോരുവേ. ശുദ്ധികർമ്മവും പ്രത്യേക പൂജയും വഴിപാടും എല്ലാ ക്ഷേത്രങ്ങളിലും നടക്കട്ടെ. മഹാരാജാവ്, കടപ്പനാട് നിന്ന് ഉണ്ണിയാർച്ചമ്മ മുഖം കാണിക്കാൻ എത്തിയിരിക്കുന്നു. ഉണ്ണിയാർച്ചയോ? വേഗം കൂട്ടിക്കൊണ്ടുവരും. മോനെ ആരോ ഉണ്ണി. അമ്മേ, കരയുന്നോ മോളെ? ഭർത്താവ് അംഗത്തിന് പോകുമ്പോൾ ഭാര്യയുടെ കണ്ണീർ ദുശകുനമാണ്. ധീരനായ ഭർത്താവ് അംഗം വെട്ടി ജയിച്ചു വരാൻ സിന്ദൂര തിലകം ചാർത്തി അനുഗ്രഹിച്ചു വിടണം. വരും മോളെ. കണ്ണപ്പുണ്ണി എന്തേ? അവനെ ഞാൻ വീട്ടിലേക്ക് അയച്ചു. അച്ഛന്റെയും അമ്മയുടെയും അപ്പൂപ്പന്റെയും അനുഗ്രഹം വാങ്ങാൻ. മോനെ അനുഗ്രഹിക്കാനാണ് അമ്മയും എത്തിയത്. അമ്മ അനുഗ്രഹിച്ചിട്ട് ഇന്നോളം ജയമല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. അമ്മ എന്തിനു സംശയിക്കുന്നു? അമ്മയുടെ കൈകൊണ്ട് തന്നെ ഈ വാൾ അനുഗ്രഹിച്ചു തരും. ഇതാ. എന്റെ പൊന്നുമോന്റെ മെയ്യിൽ കാറ്റൊന്ന് ആഞ്ഞടിച്ച അമ്മയുടെ ഉള്ളു നോകും. നിന്നെക്കാൾ വലിയൊരു ഭാഗ്യം ഈ അമ്മയ്ക്കിനി കിട്ടാനില്ല. അമ്മേ, അമ്മ കരയുന്നു. ഇതാ വാൾ പിടിക്കും. അമ്മ ചൊല്ലണത് കേൾക്കും. എന്റെ പൊന്നുമോന്റെ കൈകൊണ്ട്, ഈ വാൾ കൊണ്ട് ചന്ദ്രപ്പന്റെ ഒരു തുള്ളി ചോര പിടിക്കരുത്. അമ്മേ, പുകഞ്ഞു നിൽക്കാതെ അമ്മയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യും. അമ്മയുടെ മകൻ അംഗം ജയിക്കണ്ടേ? എന്റെ മോൻ അംഗം തോക്കണം. നിന്റെ ആരോമൽ അമ്മാവന്റെ മകൻ അംഗം ജയിക്കണം. എതിർവാക്ക് പറയുന്നതിൽ ക്ഷമിക്കണം. ആരെല്ലാം പറഞ്ഞാലും ആരോമുണ്ണി അംഗത്തെ തോക്കില്ല. ഉത്തൂരം വീട്ടിൽ ആരെയും ഇതുവരെ അംഗത്തട്ടിൽ തോറ്റുമെന്ന കഥയുണ്ടോ അമ്മേ? തുള്ളിനമ്മേ, തുള്ളി. ആരോമുണ്ണി നിന്റെ ശത്രുവും പുത്തൂരം വീട്ടിലെ ചോരയാണ്. എന്റെ നേരാങ്ങളേന്റെ ചോരയാണ്. ഇതെല്ലാം കാണാനും കേൾക്കാനും ചൊല്ലിത്തരാനും ഇല്ലാണ്ട് ഊരും വാരിപ്പിടിച്ച് ചോരയിൽ മുങ്ങിയ കച്ചയായി എങ്ങാണ്ടോ നിന്ന് ചൊല്ലണമോനെ എന്റെ നേരാങ്ങളെ. ആർക്കെയും എന്റെ പൊന്നുമോനെ കൊല്ലരുതേ, എന്റെ പൊന്നുമോനെ കൊല്ലരുതേ എന്ന്. ആരോമുണ്ണി എന്റെ മോനേക്കാൾ വലുതാണ് എനിക്കെന്റെ നേരാങ്ങള. ഇതെല്ലാം കാണാനും കേൾക്കാനും ചൊല്ലിത്തരാനും ഇല്ലാണ്ട് ഊരും വാരിപ്പിടിച്ച് ചോരയിൽ മുങ്ങിയ കച്ചയായി എങ്ങാണ്ടോ നിന്ന് ചൊല്ലണമോനെ എന്റെ നേരാങ്ങളെ. ആർക്കെയും എന്റെ പൊന്നുമോനെ കൊല്ലരുതേ, എന്റെ പൊന്നുമോനെ കൊല്ലരുതേ എന്ന്. ആരോമുണ്ണി എന്റെ മോനേക്കാൾ വലുതാണ് എനിക്കെന്റെ നേരാങ്ങള. എല്ലാം ഞാൻ മനസ്സിലാക്കണം. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും എന്റെ നേരം മാമ എന്റെ മുന്നിൽ നിൽക്കണം. എല്ലാം എനിക്ക് ചൊല്ലിത്തരണം. എന്റെ അമ്മാവന്റെ മകൻ ജയിക്കണം, ഞാൻ തോക്കണം. എന്റെ അമ്മയുടെ ആഗ്രഹത്താലും എന്റെ അമ്മാവന്റെ ആഗ്രഹത്താലും ഞാൻ മരിക്കാമെന്നേ. നീ എന്റെ തങ്ങിലാടാ കുട്ടിയത്. അയ്യോ അമ്മ, അമ്മക്കറിയില്ല, ഞാൻ അങ്കച്ചകവനല്ലേ. വാളും വാളും ഏറ്റുമുട്ടിയാൽ ചിലപ്പോ ഞാൻ എന്നെ തന്നെ മറന്നു വന്നവരെ. അമ്മയോടുള്ള വാക്ക് പാലിക്കേണ്ടി പോയതല്ല. വേണ്ടേ? അയ്യോ എന്റെ ശക്തി ഇപ്പോഴേ നശിക്കട്ടെ. വാർന്നു വാർന്നു പോകട്ടെ. ഈ കൈ കൊണ്ട് ഇനി പരി പിടിക്കാൻ കൽപ്പില്ലാണ്ട് പോകട്ടെ അമ്മേ. മാക്കം, ഞാൻ വീട്ടോളം ഒന്ന് പോകുകയാണ്. ആരോമുണ്ണിയുടെ അംഗം കഴിഞ്ഞ് ജയിച്ച് ഞാൻ ഈ അറയിലെത്തും. ഒരുങ്ങിയിരുന്നോളി. എല്ലാം ഭദ്രമായിരിക്കണം. എന്തിനു ഭയപ്പെടണം? തമ്പ്രാനെ, പെണ്ണറയില് ഒരു പുരുഷ ശബ്ദം കേൾക്കുന്നു. വിഷമിക്കുന്ന അടിയോടി, ചന്ദ്രപ്പനാണ്. നാളെ അങ്കത്തട്ടിലേക്ക് പോവല്ലേ? പുട കൊടുക്കാൻ പോകുന്ന പെണ്ണിനെ ഒന്ന് കണ്ട് സംസാരിക്കുന്നതിൽ എന്താ തെറ്റ്?
ഞാൻ പോയി വരട്ടെ മാക്കം. സത്യം പറയണം, നീ എന്തിനേയും മതിയാടി കടന്നു? തമ്പിക്കുട്ടി, എന്തിനീ കുരങ്ങാട്ടിയെ വാട് വീശി നിർത്തിയിരിക്കുന്നു? തമ്പ്ര, എന്റെ കുരങ്ങ് ചാടിപ്പോയി. ഞാനും ചാടി. കത്തി കൊണ്ട് കാലെന്ന് ചോര പൊടിയണ്. നോക്ക് തമ്പ്ര. കണങ്കാലയുടെ കങ്കച്ചേകോന്റെ കൈനീട്ടു, കൈനീട്ടു. എന്ത്? കയ്യിൽ ചുരുക്കസ്ഥലം പോ. അമ്മാവാ, കേളു അമ്മാവാ. ഈ കുരങ്ങാട്ടി ഒന്ന് നോക്കി. എടാ ക്നാത്ത, എറുമ്പ് കടലരിക്കാമെന്ന് കരുതിയോ? കണ്ണുപുണ്ണി, തമ്പിക്കുട്ടി നിൽക്കി. ഇവൻ എന്റെ അനുജനാണ്. മുഖത്തു നോക്കി തലയേറിയാൻ വിഷമം. ഇവനിവിടുത്തെ ഉപ്പും ചോറും തിന്ന് കിടക്കട്ടെ. ആരവിടെ? ഇവനെ പിടിച്ച് തലയിലിടൂ. നാത്തൂൻ എപ്പോ വന്നു? ഇരിക്കുന്നു. ഇല്ല, ഞാൻ പറഞ്ഞിട്ട് പോകാൻ വന്നതാണ്. എന്താണ്? നാളെ അല്ലേ അങ്കം? അതിനു മുമ്പ് എന്റെ മോനെ ജീവനോടെ എനിക്കൊന്ന് കാണണം. അതിനുവേണ്ടി ഇന്നേ പോകണമെന്നില്ല. അംഗം കഴിഞ്ഞാൽ അവനെ ജീവനോടെ നാത്തൂന് കാണാം. ഇല്ല നാത്തൂൻ, എന്റെ മോൻ എത്ര വലിയവനായാലും അവൻ വാല് തൊടുത്തത് അധർമ്മത്തിന് വേണ്ടിയാണ്. അവൻ ജയിക്കില്ല, ജയിക്കില്ല. അത് ശരിയാണ്. പക്ഷെ നാത്തൂന്റെ മോൻ ജയിക്കും, എന്റെ മോൻ തോക്കും. നാത്തൂനെ, എന്റെ മോനെ ഞാൻ പലി കൊടുത്തു കഴിഞ്ഞു. പരിചയപ്പെടുത്തി തടയാൻ അവന് കഴിയില്ല. എന്റെ നേരാങ്ങളയുടെ മോൻ ജയിക്കാൻ എന്റെ മോനെ ഞാൻ കുരുതി കൊടുത്തു കഴിഞ്ഞു.